വിഷയമായിട്ട് എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 11:28. ഞാനൊന്ന് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവ് 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, കർത്താവ് നമ്മുടെ അധ്വാനം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതൊരു ജീവിതാന്തസ് തിരഞ്ഞെടുത്തിട്ടുണ്ടോ ആ ജീവിതാന്തസ്സിൽ എന്തുണ്ട്? അധ്വാനമുണ്ട്, കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഓർക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കഷ്ടപ്പാടും മാറും, അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇപ്പം ഞാൻ വിവാഹിതനാണ്. അപ്പോൾ ദൈവം എനിക്ക് കിട്ടിയിരിക്കുന്ന വിളി അതെ, നിങ്ങൾക്കും അതെ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അധികം പേരും കുടുംബസ്ഥരാണ്. അപ്പം കുടുംബ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എല്ലാ കഷ്ടപ്പാടുകളും അധ്വാനവും ഉണ്ട്. ഒരിക്കലും അധ്വാനം മാറ്റിത്തരാമെന്ന് കർത്താവ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഉണ്ടോ? അപ്പോൾ ഒരാൾക്ക് ആശ്വാസം കിട്ടുന്ന എപ്പോഴാണ്? ഒന്ന്, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ പ്രത്യേകം ഓർത്തോണം, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കണം. നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പം എവിടെ കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നോ അവിടെ അവിടെ കർത്താവ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അടുക്കളയിലാണോ, ജോലി ചെയ്യുന്ന സ്ഥലത്താണോ, യാത്രയിലാണോ, എപ്പോഴും ഓർത്തോണം കർത്താവിനോട് കൂടെ ആയിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് വേറെ ഒന്നും ആഗ്രഹമില്ല, നമ്മൾ അവനോട് കൂടെ ആയിരിക്കണം. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്നപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈശോ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ അവസാനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു ഉണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോട് 3 തവണ ചോദിച്ചല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. ഈശോയ്ക്ക് അത്രയേ വേണ്ടൂ, നമ്മളൊന്ന് സ്നേഹിച്ചാൽ മതി ഉണ്ടോ? അപ്പോൾ എന്തു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം നമ്മൾ അറിയിക്കേണ്ടത് കർത്താവിനെയാണ്. ഓർത്തോണം, എന്തു പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ ആദ്യം നമ്മൾ അറിയിക്കേണ്ടത് കർത്താവിനെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, കാനായിലെ കല്യാണ വീട് അല്ലേ, ആ വീട്ടിൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബത്തിന് വലിയ അപമാനം. പ്രത്യേകിച്ച് വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാവോ? വീഞ്ഞ് ഈ യഹൂദരെ സംബന്ധിച്ച് അവർ വീഞ്ഞിനെ കണ്ടിരുന്ന സമൃദ്ധിയായിട്ടാണ്. ദൈവം തരുന്ന സമൃദ്ധിയാണ് വീഞ്ഞ്. അപ്പോൾ വീഞ്ഞ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം സമൃദ്ധമായിട്ട് ആ കുടുംബത്തിലുണ്ടെന്നുള്ളതാണ്. വീഞ്ഞ് തീർന്നു പോയാൽ അവരുടെ ചിന്ത എന്താണെന്നറിയോ? അത് ശാപം കിട്ടിയ വീടാന്നാണ്. അപ്പോൾ ആ വിവാഹം പോലും എന്ത് ചെയ്യും? മാറിപ്പോകും. നിങ്ങൾ ശ്രദ്ധിക്കും, ആ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്ന്, അവിടെ അമ്മയുണ്ടായിരുന്നു. 2, യേശു ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ഉണ്ടോ? അപ്പം അവരാദ്യം കർത്താവിനെ വിവരം അറിയിച്ചു, ക്ഷണിച്ചിരുന്നു ഉണ്ടോ? കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആദ്യം അറിയിക്കേണ്ടത് കർത്താവിനെയാണ്. കർത്താവ് സംസാരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ അടുത്ത് വരണം. 2, എൻ്റെ മുഖം വഹിക്കണം. എന്താ പ്രിയപ്പെട്ടവരെ മുഖമെന്ന് പറയുന്നത്? മുഖം നിങ്ങൾക്കറിയാം, പണ്ട് നമ്മുടെ നാട്ടിൽ വയലുണ്ടായിരുന്നു. ഈ വയൽ ഉഴുതുമറിക്കാൻ 2 കാളയെ നിർത്തും. എന്നിട്ട് അതിൻ്റെ കഴുത്തെ വെച്ച് കൊടുക്കുന്ന ആയുധമാണ് എന്ത്? മുഖം. അപ്പം മുഖം വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭാരം എടുക്കണമെന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാകണം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് മുഖം ഉണ്ടോ? ഭാരമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ കാളയുടെ കഴുത്തേൽ ഈ ആയുധം വെച്ചു കൊടുത്താൽ പിന്നെ കാളയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല, ഇതിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം, മുഖം വഹിക്കണം. ഇനി നിങ്ങൾ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത് എങ്ങനെയാണ് അറിയുന്നത്? പ്രിയപ്പെട്ടവരെ,
ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കൊന്ത കൂടുതൽ ചൊല്ലുക, ജവമാല കൂടുതൽ ചൊല്ലുക, എല്ലാ ദിവസവും പള്ളിയിൽ പോകുക, ഇതൊക്കെയാണ് കൃപയുടെ ലക്ഷണമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് കൃപ അല്ലെന്നല്ല, ഇതല്ല കൃപയുടെ ലക്ഷണം. കൃപയുടെ ലക്ഷണം എന്താണെന്നറിയാം? ഇത് മാത്രമല്ല. എന്നോർത്ത് കൊന്ത ചൊല്ലണ്ടെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല. ഞാനൊരു ഇങ്ങോട്ട് പോരുമ്പം 5:15 എഴുന്നേറ്റ് പോകുന്ന അവിടെ തുടങ്ങി ഇവിടെ വരെ പ്രാർത്ഥിച്ച് ജവമാല ചൊല്ലി നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ ഞാനിരുന്നത്. പക്ഷെ ഇതല്ല കൃപയുടെ ലക്ഷണം. കൃപയുടെ ലക്ഷണം എന്താണെന്നറിയാമോ? ഫലങ്ങളുണ്ടോ? ആത്മാവിനാലാണോ നയിക്കപ്പെടുന്നത്? അതാണ് കൃപയുടെ ലക്ഷണം. ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴെന്താ പ്രത്യേകത? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകും, വരങ്ങൾ ഉണ്ടാകും, ദാനങ്ങൾ ഉണ്ടാകും. എന്താ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്? സ്നേഹം, സന്തോഷം, സമാധാനം ഉണ്ടോ? അപ്പം ദൈവാത്മാവിനാൽ നിയന്ത്രണം നടക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? ഈ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകും. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത്. അപ്പൊ ഒന്ന് സമാധാനം. ഇവിടെ ഇരിക്കുന്ന അമ്മായിമ്മമാരോട് പറയട്ടെ, നിങ്ങൾ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ മരുമക്കൾക്ക് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പം വീട്ടിലിരിക്കുന്ന മരുമകൾക്ക് സമാധാനം ഉണ്ടാകാറുണ്ടോ? ഇപ്പൊ സമാധാനമുണ്ട്. കാരണം നിങ്ങൾ എവിടെയാ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടുമുട്ടുന്ന നമ്മുടെ മക്കൾക്ക് എന്തുണ്ടാകണം? സമാധാനം ഉണ്ടാകണം. നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടെ സമാധാനം ഉണ്ടാകണം. ഇവിടെ വരുമ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിന് അനുഗ്രഹം ഉണ്ടാകണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ അവരെവിടെ ചെല്ലുമ്പോഴും അവിടെ കൃപയൊഴുകും, കൃപയൊഴുകും, കൃപയൊഴുകും. ഒന്ന് പരിശോധിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, മുഖം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണോ? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലോ എപ്പോഴും നമ്മൾ ശാന്തരായിരിക്കും. ദൈവമായിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ്, ഭയങ്കര കൃപയാണത്. അപ്പൊ രണ്ടാമത്തെ സാന്നിധ്യത ഉണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? 1, എൻ്റെ അടുക്കൽ വരണം. 2, മുഖം വഹിക്കണം. 3, എന്നിൽ നിന്ന് പഠിക്കണം, 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 പഠിക്കണം. അതാണ് എൻ്റെ വിഷയം. സമയം പരിമിതമാണ്, 1 മണിക്കൂറേ ഉള്ളൂ. ഇല്ല, ഞാൻ ഇച്ചിരി കൂടെ വിശദീകരിച്ച് തന്നെ സാരമില്ല. മൂന്നാമത്തെ കാര്യം, കർത്താവിൽ നിന്നും പഠിക്കണം. കർത്താവിൽ നിന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പുസ്തകമില്ലേ, ഈ ബൈബിള്, ശരിക്കും ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഭാഷ എന്താണ്? ദൈവത്തിന്റെ ഭാഷ ഈയിടെ ഞാനൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അരമായ ഭാഷയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വചനമാണ്, വചനമാണ്. അപ്പം ഈ വചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഷ പഠിച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ ഭാഷ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകം ഓർത്തോണം, പ്രത്യേകം ഓർത്തോണം. വാക്കും വചനവും രണ്ടും രണ്ടാണ്. വാക്കും വചനവും രണ്ടും രണ്ടാണ്. എന്താണ് വാക്കെന്ന് പറയുന്നത്? വാക്കെന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോണേ, വാക്കെന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന എന്താ ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാക്ക് പറയും. വാക്ക് എന്താണ്? എന്തെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കും. ഈ വാക്കെന്ന് പറയുന്നത് പലപ്പോഴും എന്താണെന്നറിയോ? വാക്ക് മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കും. അതേ സമയത്ത് വചനം മനുഷ്യന് സമാധാനം ഉണ്ടാക്കും. അതാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്തു പറയരുത്? ഇനി വാക്ക് പറയരുത്. എന്തു പറയണം? വചനം പറയണം, വചനം പറയണം. നിങ്ങളൊരു വചനം പറഞ്ഞു നോക്കിക്ക്. നിങ്ങൾ വാക്ക് പറയരുത്, വചനം. ഉദാഹരണം പറയാം. ഒരു കൊച്ചിന് മൊബൈലിന് അഡിക്റ്റാണ്, ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ അപ്പൻ ഒരു വചനം പറഞ്ഞ് ഈ മൊബൈലിൽ ഒരു കുരിശിട്ട്. ഏതാണ്? മത്തായി 18:18. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ട. ആ വചനം പറഞ്ഞ് ഒരു കുരിശിട്ട്. എന്താ ഫലമെന്നറിയാവോ? പതുക്കെ പതുക്കെ ഈ കൊച്ച് ഈ മൊബൈൽ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ തുടങ്ങി. കണ്ടോ? അതേ സമയത്ത് നമ്മൾ വാക്ക് പറയും. എന്താ വാക്ക്? എൻ്റെ കൊച്ച് മൊബൈലിന് അഡിക്റ്റ് ആണ്, എൻ്റെ കൊച്ച് എപ്പോഴും മൊബൈലിലാണ് ബ്രദറെ, എൻ്റെ കൊച്ച് ഇങ്ങനെയാണ് ബ്രദറെ. കണ്ടോ? ഈ കൊച്ചിനും അസ്വസ്ഥതയാണ്, നമുക്കും അസ്വസ്ഥതയാണ്. ഇത് വാക്കാണ് പ്രിയപ്പെട്ടവരെ, ഇത് വാക്കാണ്. വാക്കല്ല പറയേണ്ടത്, വചനം പറയണം, വചനം പറയണം. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി വാക്ക് നിർത്തിക്കേ. വാക്ക്, മനുഷ്യന്റെ വാക്ക്. ചില പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന ആളും പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ്. അപ്പോഴെന്താ പറ്റിയെന്നറിയാവോ? ഈ ചെല്ലുന്ന ആള് അതിലേറെ ഭാരത്തിലാണ് തിരിച്ചു പോരുന്നത്. അപ്പൊ നമ്മൾ എന്തു പറയണം? നമ്മൾ ഇനി വാക്ക് പറയരുത്. ഇനി എന്തു പറയണം? വചനം പറയണം, വചനം പറയണം. വചനം പറയുമ്പോഴോ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ?
യോഹന്നാന്റെ സുവിശേഷം 6:63. എന്താ? ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ പറഞ്ഞ വചനം ആത്മാവാണ്, അത് ജീവനാണ്. കണ്ടോ? അപ്പൊ വചനത്തിന് എന്തുണ്ട്? ഈ പുസ്തകത്തിൽ ആത്മാവുണ്ട്. ഈ വാക്ക്, അവന്റെ വചനത്തിന്, ഭാഷയ്ക്ക് എന്തുണ്ട്? ആത്മാവുണ്ട്. രണ്ടെന്തുണ്ട്? ജീവനുണ്ട്. ജീവനുണ്ട്. നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചാരാന്നറിയോ? ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി നിർത്താതെ എൻ്റെ മൊബൈലിൽ വെല്ലടിക്കുന്നു രാത്രി 10:00. ഞാൻ എടുത്ത് ഇപ്പോഴല്ല, ഒത്തിരി വർഷം മുമ്പ്. എന്നോട് ചോദിച്ചു, സുനിലാണോ? ഞാൻ പറഞ്ഞു അതെ, ശിവഗിരി മഠത്തിലെ സ്വാമിയാണ്. ഞാൻ എന്താണ് സ്വാമി, ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് തരാമോ? ഞാൻ ചോദിച്ചു, സ്വാമിക്ക് ആള് തെറ്റിയോ? കാരണം സുനിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കുണ്ട് ഈ പേര്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഭരണങ്ങാനം അസീസി, ഞാൻ അവിടെയാണ് കൂടുതൽ ക്ലാസ് എടുക്കുന്നത്, പാലാ ഭരണങ്ങാനം കപ്പൂച്ച സഭയിൽ അസീസി. അപ്പോൾ എന്നോട് ചോദിച്ചു, അസീസിയിൽ സുവിശേഷം പറയുന്ന ആളാണോ? അതെ. അപ്പോൾ പറഞ്ഞു, സുനിലിനെയാണ് ഉദ്ദേശിച്ച്. ഞാൻ ചോദിച്ചു, എന്താണ് സ്വാമി? ഇവിടെ വന്ന് ഞങ്ങൾക്ക് യേശുദേവനെ കുറിച്ചൊരു ക്ലാസ് തരണം. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു ഹിന്ദു സ്വാമി, ശിവഗിരി മഠത്തിലെ സ്വാമി എന്നെ വിളിക്കുകയാണ് യേശുദേവനെ കുറിച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് ഞാൻ കോതമംഗലത്താണ് താമസിക്കുന്നത്, ഇപ്പൊ പാലാ രാമപുരത്താണ്. അപ്പൊ ഈ സ്വാമി എന്നോട് പറഞ്ഞ്, അതാണ് ഭയങ്കരം, കോതമംഗലത്തുനിന്ന് ഒരു ടാക്സി വിളിച്ചും കൂടി പോരാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. 30 വർഷമായി ഇന്ന് വരെ ഒരു കത്തോലിക്കനും ഒരു സൈക്കിൾ പോലും എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ടാക്സി വിളിച്ച് വരാൻ. ഞാൻ ടാക്സിയൊന്നും വിളിച്ചില്ല. ഞാൻ എന്ത് ചെയ്ത്, ബസ്സേ കയറി ആശ്രമത്തിൽ ചെന്നു. 20 ഏക്കറാണ് ആശ്രമം. എന്നോട് ഈ സ്വാമി ചോദിച്ചു, സുനിൽ ബൈബിൾ പഠിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു ദൈവം ഞങ്ങൾക്കുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മ. സ്വാമിക്കറിയാം. അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, ഞാനിങ്ങനെ പറയും. അപ്പം സ്വാമിക്ക് ഭയങ്കര സന്തോഷം. എന്നോട് കയറുന്നതിനും പറഞ്ഞു, ബൈബിളിൽ ഒട്ടും വെള്ളം ചേർത്തേക്കരുത് ഉണ്ടോ, വാക്ക് കേട്ടോ, ബൈബിളിൽ വെള്ളം ചേർത്തേക്കരുത്. ഗുരുദേവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണമെന്ന്. ഈ ബൈബിളിൽ വെള്ളം ചേർത്തേക്കരുത്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അതാണ് ഭയങ്കരം. 10 മണിക്ക് ക്ലാസ്, 11 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഇലക്കകത്ത് ഊണ് പായസം, 4 മണിക്ക് കാപ്പി. ഇങ്ങനെയാണ് ടൈം ടേബിള്. 10 മണിക്ക് ക്ലാസ് തുടങ്ങി, 10:30 11 ആയപ്പോൾ ഇവരെ വിട്ട്. അപ്പോൾ ഇവർ ചെന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം വേണ്ട, ഉച്ചഭക്ഷണം വേണ്ട. എന്താ കാരണം? ഉച്ചഭക്ഷണം കഴിക്കാൻ പോയാൽ 1 മണിക്കൂർ പോകും, അത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് വൈകിട്ട് പോകുമ്പം കഴിച്ചിട്ട് പോക്കോളാം. സ്വാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനിലേ അവർക്ക് ഉച്ചഭക്ഷണം വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അന്നേരവും ഞെട്ടി. കാരണം ഇവിടെ വന്നേക്കുന്ന ആരും ഇന്ന് വരെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കേട്ടോ, ഇത് ഉച്ചഭക്ഷണം പോലും മാറ്റിവെച്ച് 4 മണി വരെ ശ്വാസം വിടാതെ അവരിരുന്നു പറയാം ഈ വചനത്തിന് മുമ്പിൽ. ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴേ ഈ സ്വാമി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സുനിലെ ഞങ്ങൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കും. പക്ഷേ സുനിൽ അവിടെ നിന്ന് 1 മണിക്കൂർ ഈ സുവിശേഷം പറഞ്ഞപ്പോഴ് അവരുടെ ഉള്ളു ജ്വലിക്കാൻ തുടങ്ങി, അവരുടെ വിശപ്പ് മാറാൻ തുടങ്ങി, അവരുടെ ഭാരം മാറാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, ഇതിൻ്റെ പൊരുൾ എന്താണ്? ഇതിൻ്റെ പൊരുൾ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സ്വാമിയോട് പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, ഇത് ദൈവത്തിന്റെ ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്താണെന്നറിയാവോ? ഇത് വാക്കല്ല, ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ജീവനുണ്ട്, ഇതിന് ജീവനുണ്ട്, ഇതിൽ ആത്മാവുണ്ട്. ഇന്ന് കത്തോലിക്കന്റെ ഗതികേട് എന്താണെന്നറിയോ? ഇവൻ ഇതുവരെ ഇതിന്റെ പൊരുൾ മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ട പൊരുൾ മനസ്സിലായിട്ടില്ല ഉണ്ടോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, കർത്താവിൽ നിന്നും പഠിക്കണം, പഠിക്കണം, പഠിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കർത്താവ് എന്താണ്. പ്രത്യേകം ഓർക്കണം, സുവിശേഷം, സുവിശേഷം, സുവിശേഷം എന്ന് വെച്ചാൽ പഴയ നിയമം എന്ന് പറയുന്നത് ദൈവം പ്രവാചകനിലൂടെ സംസാരിച്ചതാണ്. അത് വചനമല്ലെന്നല്ല, അത് നിഴലാണ്. അതേ സമയത്ത് എന്താണ് ഹെബ്രായർ 1:1 പറയുന്നുണ്ട്, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി സംസാരിച്ചു, എന്നാൽ അവസാന നാളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചു. പുത്രൻ വഴി യേശു പറഞ്ഞ വചനം. പ്രിയപ്പെട്ടവരെ, ഇത് നാം പഠിക്കണം, അറിയണം. യേശു എന്താണ് ചെയ്തതാണ്? കർത്താവ് പഠിപ്പിക്കുന്നവനായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം ഞാനൊന്ന് വായിക്കാം. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങൾ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ.
അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. യേശു പോയത് ദേവാലയത്തിലല്ല. കാരണം യഹൂദർക്ക് ഒറ്റ ദേവാലയമുള്ളൂ, ജെറുസലേം ദേവാലയമാണ്. അത് വർഷത്തിൽ 1-2 തവണയാണ് അവരവിടെ പോയിരുന്നത്. യേശു പോയിരുന്നത് സിനഗോഗിലാണ്. മട്ടാഞ്ചേരിയിൽ സിനഗോഗുണ്ട്. സിനഗോഗ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നിയമഗ്രന്ഥം പഠിപ്പിക്കുന്ന സ്ഥലം. തോറ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഏത്? സിനഗോഗ്. യേശു പോയിരുന്നത് സിനഗോഗിലാണ്. എന്തിനാണ് പോയത്? അവനവരെ പഠിപ്പിക്കാൻ. ഉണ്ടോ? അപ്പൊ യേശു വചനം എന്ത് ചെയ്തിരുന്നു? പഠിപ്പിച്ചിരുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:1, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ വചനം എന്ത് ചെയ്യണം? വചനം പഠിക്കണം. നമ്മുടെ പ്രത്യേകത അറിയോ? നമ്മൾ വചനം കേൾക്കും, പക്ഷെ പഠിക്കല. എൻ്റെ അമ്മ ഈ ശാലോം TV ഒക്കെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് വൈകിട്ട് ചെല്ലുമ്പോൾ എന്നോട് പറയും, ഇന്നത്തെ പ്രസംഗം നീ കേൾക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ പ്രസംഗിച്ചത്? അത് ഓർക്കുന്നില്ല. ഉണ്ടോ? ഇതെല്ലാം കേൾക്കും, പക്ഷെ വചനം പഠിക്കല. അപ്പോൾ വചനം എന്ത് ചെയ്യണം? വചനം പഠിക്കണം. എന്തിനാ പ്രിയപ്പെട്ടവർ വചനം പഠിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തില് അതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ തിരുവചനം ഞാനൊന്ന് വായിക്കാം. എന്തിനാണ് വചനം പഠിക്കുന്നത്? എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും ശ്രവിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്തപ്പോൾ ഒരുപാട് അർത്ഥവ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെ ശ്രവിക്കുക എന്നാണ്, പക്ഷെ പഠിക്കുക. അപ്പം എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ എന്തിനാണ് വചനം പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ? വളരെ മത്തായിയുടെ സുവിശേഷം 7:24, എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. ഉണ്ടോ? ശ്രദ്ധിക്കണേ. വചനം പഠിക്കുന്നത് എന്തിനാണ്? വചനം അനുസരിക്കാനാണ്, വചനം ജീവിക്കാനാണ്. പ്രത്യേകം ഓർത്തോണം. ഇന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും വചനം വെച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനതിനെതിരല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, ദൈവവചനം വെച്ച് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ചൊല്ലിക്കേൾപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഇത് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ വചനം പഠിക്കുന്ന എന്തിനാണെന്നറിയോ? വചനം അനുസരിക്കാൻ. അപ്പം പഠിക്കുന്ന വചനം നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഉണ്ടോ? അപ്പൊ എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ എവിടെയാണ് ഭവനം പണിതിരിക്കുന്നത്? പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ശ്രദ്ധിച്ചോണേ. അപ്പൊ വചനം പഠിക്കുന്നത് എന്തിനാണ്? വചനം അനുസരിക്കുമ്പോൾ എവിടെയാണ് ഭവനം പണിയുന്നത്? പാറമേൽ. എന്താ പ്രിയപ്പെട്ടവരെ പാറ? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. പാറ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പ്. ചിലർ പറയും പാറ എന്ന് പറഞ്ഞ വിശ്വാസം. എന്താ പാറ? ലേഖനത്തില് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1 കൊരിന്തോസ് അതിൻ്റെ 10-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം ഞാനൊന്ന് വായിക്കാം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തുവാണ്. അപ്പൊ എന്താണ് പാറ? ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്താണ് വചനം പറയുന്നത്? എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുന്ന എന്തിനാണ്? അനുസരിക്കുമ്പോൾ എവിടെയാണ് ഭവനം പണിയുന്നത്? ക്രിസ്തുവിൽ. കണ്ടോ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇത്രയും കാലം നിങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിട്ട് എവിടെയാണ് എൻ്റെ പണി? പരിശോധിക്കണം. എല്ലാ ദിവസവും നമ്മുടെ പണി പരിശോധിക്കണം. ഉണ്ടോ? നമ്മുടെ ഒരു പ്രത്യേകത എന്നറിയോ? നമ്മൾ ഒരിക്കലും പരിശോധിക്കില്ല. നമ്മളിങ്ങനെ രാവിലെ കേൾക്കും, ഓടി പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, കുറെ പേര് കൊന്ത ചൊല്ലും, കുറെ പേര് കണ്ണക്കൊന്ത ചൊല്ലും. ഇതൊന്നും തെറ്റല്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നിങ്ങൾ മാറി നിന്ന്
കർത്താവിന്റെ അടുത്തിരുന്ന് ഇന്ന് പണിത പണി ഞാൻ കർത്താവിലാണോ പണിതിരിക്കുന്നത് പരിശോധിക്കണം. കാരണം എന്താണെന്നറിയാവോ? കർത്താവിൽ പണിയാത്ത പണിയൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല. ഇന്ന് കർത്താവിന്റെ പേരും പറഞ്ഞ് ഒത്തിരി പേര് പണിയുന്നുണ്ട്. പക്ഷേ ഇത് കർത്താവിനാണോ? ഇന്ന് വരെ ഞാനും നിങ്ങളും പരിശോധിച്ചിട്ടുണ്ടോ? കർത്താവിന് മുമ്പിലിരുന്ന് ഇന്നത്തെ പണി കർത്താവെ ഞാൻ എവിടെയാണ് പണിതത്, എന്താണ് എൻ്റെ പണി പരിശോധിച്ചിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിലാണോ എൻ്റെ പണി? ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത് ഉണ്ടോ? അപ്പൊ എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ക്രിസ്തുവിൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. വിവേകം എന്താ പ്രിയപ്പെട്ടൊരു വിവേകം? എന്താ വിവേകം അറിയാമോ? ഇല്ല. സങ്കീർത്തനം 53:2 ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ഉണ്ടോ? എന്തിനാ നോക്കുന്നത്? ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് ആരായാൻ. ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ. അപ്പോഴെന്താണ് വിവേകം? ജ്ഞാനമാണ് ഉണ്ടോ? അപ്പൊ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് എന്താണ്? ഇവിടെ പ്രാർത്ഥനക്കാരുണ്ടോ എന്നല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ജ്ഞാനമുണ്ടോ ഉണ്ടോ? അമ്മമാരിൽ ജ്ഞാനമുണ്ടോ? ഞാൻ കുടുംബനാഥനാണ്. ദൈവം നോക്കുന്നത് സുനിലിന് ജ്ഞാനമുണ്ടോ എന്നാണ്. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അപ്പൊ വചനം പഠിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ബൈബിള് കൈകൊണ്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഇത്രയും മക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കയ്യിൽ വേദപുസ്തകം ഉള്ളവരൊന്ന് കൈ പൊക്കിക്ക്. നന്നായിട്ട് കൈ പൊക്ക് ഉണ്ടോ? നിങ്ങൾ നോക്കിക്കാണും, ഒരു സിസ്റ്ററിന്റെ കൈ മാത്രമുണ്ട് ബൈബിള്, ബാക്കി ഒരൊറ്റ ആളുടെ കയ്യിലും ഉണ്ടോ? അതിന് കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ബൈബിള് കൈകൊണ്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം അമ്മച്ചി? ജ്ഞാനം വേണം ഉണ്ടോ? ജ്ഞാനം വേണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ആർക്കും എന്തില്ല? ജ്ഞാനമില്ല. ആ കറക്റ്റ്. ഒറ്റ അപ്പനും ജ്ഞാനമില്ല. സത്യമാണ് പ്രിയപ്പെട്ടവരെ, ജ്ഞാനമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, 15 വയസ്സിൽ എൻ്റെ അമ്മ എടുത്തു തന്നാണ് ഈ പുസ്തകം. 15 വയസ്സിൽ ബൈബിളിൽ എടുത്തു തന്നു. എനിക്ക് 15 വയസ്സിൽ ഉണ്ടോ? എൻ്റെ അമ്മ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, 10ാം ക്ലാസ് കഴിഞ്ഞ് നീ പഠിക്കണ്ട, നീ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ ഇപ്പോഴും ഓർക്കും കേട്ടോ, ഞാൻ എവിടെ പ്രസംഗിച്ചാലും അപ്പനെയും അമ്മേനെയും പ്രസംഗിക്കും. എൻ്റെ അമ്മ 15 വയസ്സിൽ. ഇപ്പോഴല്ലേ ഈ കേരളത്തിൽ ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായത്. അന്ന് ഇതൊന്നുമില്ല. അന്ന് ഒരു ധ്യാനവും ഇല്ല. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ധ്യാന കേന്ദ്രമാണ് ഭരണങ്ങാന അസീസി. ആകപ്പാടെ അമ്മ ഒറ്റ ധ്യാനം കൂടിയുള്ളൂ. പക്ഷേ ധ്യാനം കഴിഞ്ഞു വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ഇനി പഠിക്കണ്ട, നീ പോയി സുവിശേഷം പറയാൻ. ഇവിടേക്കുന്ന അമ്മമാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. അങ്ങനെ പോയി സുവിശേഷം പറയടാന്ന് പറഞ്ഞ് പഠിത്തം നിർത്തി പറഞ്ഞു വിട്ട അമ്മമാരൊന്ന് കൈപോക്കിക്ക്. നമ്മുടെ പരിപാടി എന്നാണെന്നറിയോ? ഇവിടെ വരും, കയ്യിലൊരു കൊന്തയും കാണും. ബ്രദറെ പ്രാർത്ഥിക്കണം, കൊച്ചിന് ഇതുവരെ IELTS കിട്ടിയിട്ടില്ല ഉണ്ടോ? മോന്റെ 2ാമത്തെ കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടില്ല? നേഴ്സിങ്ങിന്. ഇത് തന്നെ പരിപാടി. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. എൻ്റെ അമ്മ 15 വയസ്സിൽ പോയി സുവിശേഷം പറയാൻ ഈ പുസ്തകം എടുത്ത്. എന്നിട്ട് എല്ലാ ദിവസവും അമ്മ നോക്കും ഞാൻ ബൈബിള് വായിക്കുന്നുണ്ടോ. അന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ വായിക്കണമെന്ന് പോലും. എന്നോട് ഓടിപ്പൊക്കോളാം. നീ പൊക്കോ, കർത്താവ് നിന്നെ നയിച്ചോളൂ. അമ്മ അങ്ങനെയാണ് പറയുന്നത്. അമ്മ ധ്യാനം കൂടി അമ്മയുടെ ചെവിയിൽ പറഞ്ഞതാണ് മകനെ സുവിശേഷകനാക്കുന്നു. നിങ്ങൾക്കറിയണോ, ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. 9 രാജ്യങ്ങളിൽ കർത്താവിനെ കൊണ്ടുപോയി. 9 രാജ്യങ്ങളിൽ. 9 രാജ്യങ്ങളിൽ കൊണ്ടുപോയി. ഇനി കേൾക്കണോ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് നിങ്ങളിരിക്കുന്ന അകലത്തിൽ 3 ദിവസം ഇരിക്കാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. എന്തിനാണെന്നറിയാവോ? കരിസ്മാറ്റിക് നവീകരണ സഭയിൽ വന്നിട്ട് 50 വർഷമായി. അതിൻ്റെ കോൺഫറൻസിൽ അതിൻ്റെ മാർപ്പാപ്പ വിളിച്ച് മീറ്റിംഗാണ് റോമിൽ വെച്ച്. മാർപ്പാപ്പ ഒരു ദിവസമേ വന്നുള്ളൂ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. ആലപ്പുഴയിൽ നിന്ന് പങ്കെടുത്ത ഏക ഒരാളുണ്ട്, ഇടുക്കി തങ്കച്ചായൻ എന്ന് പറയും. തങ്കച്ചായൻ ഉണ്ടായിരുന്നു, ആ കൂടെ ഞാനും ഉണ്ടായിരുന്നു. 10 വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കേ.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ചെല്ലുന്നത് അമ്മച്ചി എന്തെടുക്കണം? വചനം. കറക്റ്റ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു ഒരു പള്ളിയിൽ പെരുന്നാളിന് ഇതുപോലെ ധ്യാനം. ഞാൻ നോക്കുമ്പോൾ ഇത്രയുള്ള കുഞ്ഞുങ്ങൾ, ഇത്രേ ഉള്ളൂ, എല്ലാത്തിൻ്റെയും കയ്യിൽ ബൈബിൾ. എന്ത് രസമെന്നറിയോ? ഞാൻ ആ വന്ന പിള്ളേർക്കെല്ലാം 50 രൂപ വെച്ച് കൊടുത്തു പെരുന്നാൾ കൂടാൻ. ബൈബിൾ കൊണ്ടുവന്ന എല്ലാ പിള്ളേർക്കും 50 രൂപ. പിറ്റേന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത്ര ഉള്ള ഒരുത്തൻ 2 സമ്പൂർണ്ണ ബൈബിൾ ചുവന്നുകൊണ്ടാണ് വരുന്നത്. എനിക്ക് ഈ സുവിശേഷം കയ്യിലെടുത്തേക്കുന്നവരെ കണ്ടാൽ ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടോ സുവിശേഷം? ഈ കത്തോലിക്കന്റെ പ്രശ്നം എന്താണെന്നറിയോ? മരിച്ചാൽ ഇവൻ എന്നിട്ട് അതില്ല ബ്രദറെ, ഇതില്ല. ഇങ്ങനെ ഈ നടപ്പ് തന്നെ പരിപാടി. അപ്പൊ ഓർക്കണം, ബൈബിള് കൈ കൊണ്ടെടുക്കണമെങ്കിൽ ജ്ഞാനം കിട്ടണം. ജ്ഞാനം. ആ സിസ്റ്ററിന് മാത്രം എന്തുണ്ട്? ജ്ഞാനമുണ്ട് കേട്ടാ. ഞാൻ നമിക്കുന്നു സിസ്റ്ററിന്റെ മുമ്പിൽ. കറക്റ്റാണ്. അത് ബൈബിൾ. ശരിക്കും ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് വെച്ചായ, ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ജ്ഞാനമുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ കെട്ടിയവന്മാരെ സ്തുതിക്കണം കേട്ടാ. ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതെ. എൻ്റെ മോളുടെ വിവാഹം ആയില്ല, പക്ഷെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാനും ഉള്ളൊരു കൊച്ചിനെ തന്നെ കർത്താവേ. എനിക്ക് ജോലിയും വേണ്ട, പൊന്നും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാനും ഉള്ളൊരു ചെറുപ്പക്കാരനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഉണ്ടോ ജ്ഞാനം? 2 ജ്ഞാനമുണ്ട് സമയമില്ലെങ്കിലും. 1 ഭൗതിക ജ്ഞാനം, 2 ആത്മീയ ജ്ഞാനം. ഇത് 2ഉം വേണം. ഭൗതിക ജ്ഞാനം, ആത്മീയ ജ്ഞാനം. ഭൗതിക ജ്ഞാനം ഇടത് കൈയാണെങ്കിൽ ആത്മീയ ജ്ഞാനം വലത് കൈയാണ്. ഉണ്ടോ? 2ഉം വേണം. തമ്പുരാൻ തന്ന കൃപ അതാണ്. ഈ ജ്ഞാനം കിട്ടി. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെ ഓർക്കണം, ബൈബിള് കൈകൊണ്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. വചനം പഠിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. അപ്പൊ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, എന്താണ്? ദൈവത്തെ തീർന്ന ജ്ഞാനികളുണ്ടോ എന്ന്. ഉണ്ടോ? അപ്പം എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രിയപ്പെട്ടവരെ ജ്ഞാനം? എന്താ ജ്ഞാനം? ജ്ഞാനം എന്താണെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ചാടി എഴുന്നേറ്റ് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ 500 രൂപ പ്രൈസ് തരുന്നതായിരിക്കും. ഇത് എൻ്റെ പൈസയായിട്ട് ഞാൻ വന്നേക്കുന്നത്. ചാടി എഴുന്നേറ്റിട്ട് കണ്ടോ എന്ത് കൃപയാന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് സുവിശേഷവും കേൾക്കാം. എത്ര രൂപ കിട്ടും? 500 രൂപ. എന്തോ? ദൈവത്തെ അറിയുന്നതാണ് ജ്ഞാനം. അല്ല, അവിടെ ഇരിക്കും. അല്ല. കണ്ടോ, ഇതുപോലത്തെ സുവിശേഷമൊക്കെ ഇതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ട് കാര്യമില്ല ഇവിടെ. കാരണം 500 രൂപയും 500 രൂപയാണ് പ്രൈസ്. എന്താണ് ജ്ഞാനം? ഈയിടെ ഞാൻ മൂന്നാർ മറയൂര് കുട്ടികളുടെ ധ്യാനം, ഒരു കൊച്ചു ഉത്തരം പറഞ്ഞു. ഞാൻ 500 രൂപ പ്രൈസ് കൊടുത്തതിന്. 500 രൂപ പ്രൈസ് കൊടുത്തു. എന്തോ? ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് ഉറക്കെ പറയുക. അതല്ലേ അവിടെ പറഞ്ഞു? അല്ലല്ല ഇരുന്നു. അല്ല, ദൈവഭക്തിയാണ് ജ്ഞാനോ? അല്ല, അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഒറ്റ ചോദിച്ചോളൂ, എന്താണ് ജ്ഞാനം? അപ്പൊ പ്രൈസ് ഇല്ല. 1 കൊരിന്തോസ് 1:24 1 കൊരിന്തോസ് 1:24. ബൈബിളിലല്ലോ നിങ്ങളുടെ കയ്യിൽ, ഞാൻ തന്നെ വായിക്കാം. 1 കൊരിന്തോസ് 1:24. യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറയട്ടെ, ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്.
അപ്പൊ എന്താണ് ജ്ഞാനം? മനസ്സിലായില്ല? എന്താ ജ്ഞാനം? പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ടവരെ യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്, യേശുവാണ്. യേശുവാണ് ജ്ഞാനം. വീണ്ടും ഇതേ അധ്യായത്തില് അതിന്റെ 30-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്, ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. ദൈവം അവനെ നമുക്ക് ജ്ഞാനമാക്കി തന്നിരിക്കുന്നു. കണ്ടോ? എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഒരാൾക്ക് എന്തുമാത്രം യേശുവിനെ കിട്ടുന്നോ അതിനനുസരിച്ച് എന്ത് കിട്ടും? ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടും. അപ്പൊ ജ്ഞാനം കിട്ടിയിട്ട് ജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് ഇതുവരെ യേശുവിനെ കിട്ടിയിട്ടില്ല. യേശുവിനെ കിട്ടിയിട്ടില്ല. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരപ്പന് ജ്ഞാനം കിട്ടണം, യേശുവിനെ കിട്ടണം. യേശുവിനെ കിട്ടണം. ഞാൻ നോക്കുന്നത് ഇതിനകത്ത് യേശുവിനെ കിട്ടിയവരുണ്ടോ? എനിക്കറിയേണ്ടത് അതാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന അതാണ്. ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ യേശുവിനെ കിട്ടിയോ? അതാണ് ഇന്നത്തെ കത്തോലിക്കന്റെ ഗതികേട്. എന്നറിയോ? ഇവന് യേശുവിനെ കിട്ടിയിട്ടില്ല. ഇവന് യേശുവിനെ കിട്ടിയിട്ടില്ല. യേശുവിനെ കിട്ടണം. യേശുവിനെ കിട്ടണം. യേശുവിനെ കിട്ടിയാലോ? യേശുവിനെ കിട്ടിയാലോ? യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടും. എവിടെയാണ്? റോമർ 8:32. റോമർ 8:32. സ്തോത്രം. റോമർ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. വർഗപരയുടെ ഹല്ലേലൂയ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം യേശുവിനെ നമുക്ക് തന്നപ്പോൾ യേശുവിനെ മാത്രമല്ല തന്നത്, അവനോടുകൂടെ സമസ്തവും നമുക്ക് തന്നു. കണ്ടോ? അപ്പൊ യേശുവിനെ കിട്ടിയാലോ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. എല്ലാം കിട്ടും. പണ്ടൊക്കെ ധ്യാനം കൂടാൻ പോകുന്ന എന്തിനായിരുന്നു അമ്മച്ചി? പണ്ടൊക്കെ ധ്യാനം കൂടാൻ പോകുന്ന എന്തിനായിരുന്നു? നിങ്ങൾ നോർമൽ അല്ലേ? എന്തിനാ അച്ചായ പണ്ട് ധ്യാനം കൂടാൻ പോകുന്നു? പണ്ട് ധ്യാനം കൂടാൻ പോകുന്നത് യേശുവിനെ കിട്ടാനാണ്. ഇപ്പൊ ധ്യാനം കൂടാൻ പോകുന്നതോ? ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അമ്മച്ചി വരുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പോയി ഭയങ്കര പ്രാർത്ഥന. അമ്മച്ചിയുടെ വിഷയം ഇതാണ്. അമ്മച്ചിയുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല. ഞങ്ങളെല്ലാം കൂടെ യേശുവിനോട് പ്രാർത്ഥിച്ച് മകളുടെ കല്യാണം നടന്നു. പിറ്റത്തെ ആഴ്ച തുടങ്ങി അമ്മച്ചിയെ കാണാനില്ല. അമ്മച്ചിയെ കാണാനില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പമ്മി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്നാ പണിയാ കാണിച്ചത്? ഇത്രയും കൃപ ഈശോ തന്നിട്ട് കല്യാണമൊക്കെ നല്ല മനോഹരമായ കല്യാണം നടന്നിട്ട് പിന്നെ എന്തി അമ്മച്ചി വരാഞ്ഞത്? അപ്പൊ എന്നോട് ഈ അമ്മച്ചി പറയല്ലേ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഉണ്ടോ? അപ്പൊ ഇപ്പൊ വന്നേക്കുന്ന എന്തിനാണ്? കുഞ്ഞുങ്ങളുണ്ടാകാൻ. ആ അമ്മച്ചിക്ക് നല്ല കൃപയാണ് കേട്ടാ. ഉണ്ടോ? ഇന്ന് യേശുവിനെ വേണ്ട പ്രിയപ്പെട്ടവരെ, യേശുവിനെ വേണ്ട. യേശുവിനെ കിട്ടിയാൽ എല്ലാം എല്ലാം കിട്ടും. എല്ലാം കിട്ടും. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, പ്രവാചകർക്കെല്ലാം യേശുവിനെ കിട്ടിയിട്ടുണ്ട്. പ്രവാചകർക്കല്ല യേശുവിനെ കിട്ടി. മോശയ്ക്ക് യേശുവിനെ കിട്ടിയിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ടുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് മണൽത്തരികളെ പോലെ മക്കളെ തരും. മണൽത്തരികളെ പോലെ. ചോദിക്കട്ടെ, അബ്രാഹത്തിന് കൊടുത്ത സന്തതിയുടെ പേരെന്താണ്? ഇസഹാക്ക്. അബ്രാഹത്തിന് കൊടുത്ത സന്തതിയുടെ പേരെന്താണ്? ഇസഹാക്ക്. നമുക്കൊന്ന് വായിക്കാം, ആരാണെന്ന് നോക്കാം. ഗലാത്യ 3:16. ഗലാത്യ 3:16. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഹല്ലേലൂയാ. ഉറക്കെ പറ ഹല്ലേലൂയാ. അപ്പൊ അബ്രഹാം പ്രതീക്ഷിക്കുന്ന സന്തതി ആരാണ്? ഇസഹാക്കല്ല, ഇസ്മായിൽ അല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്. കണ്ടോ? സാറാ പ്രതീക്ഷിക്കുന്ന സന്തതി ആരാണ്? ക്രിസ്തു അല്ല. സാറാ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യക്കൊച്ചിനെയാണ്. അബ്രഹാം പ്രതീക്ഷിക്കുന്ന മനുഷ്യക്കൊച്ചിനെ അല്ല.
അതുകൊണ്ടാണ് സാറാ പറഞ്ഞത് എൻ്റെ പ്രായം കഴിഞ്ഞു ദാസിയെ പ്രാപിക്കാൻ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പ്രതീക്ഷിക്കുന്ന സന്തതി ക്രിസ്തുവാണ്. ഇത് ക്രിസ്തു യേശു സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാവോ? അറിയില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 56-ാമത്തെ തിരുവചനം ഞാനൊന്ന് വായിക്കാം. 8:56. എൻ്റെ ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, പിന്നെ നീ യേശുവിനെ അബ്രാഹത്തെ കണ്ടെന്നോ? അപ്പം യേശു പറഞ്ഞു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പൊ അവര് കല്ലെടുത്തു. ഉണ്ടോ? എൻ്റെ ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിച്ചോണം. ഒരാൾക്ക് എപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്? ആനന്ദം നമ്മളൊക്കെ ധ്യാനിച്ചിട്ടുണ്ടല്ലേ? 4-ാമത്തെ ദിവസം ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നിറവിനാണ് ആനന്ദം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ യേശുവിനെ കിട്ടിയപ്പോൾ ഒരാൾക്ക് ആദ്യം കിട്ടുന്ന ആനന്ദമാണ്. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. എന്നിട്ട് പറയാ, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്താണ് സന്തോഷം? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകുന്ന അനുഭവമാണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. യേശുവിനെ കിട്ടിയ അബ്രഹാം സാറയുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ സാറായുടെ ഉദരത്തിൽ, ശ്രദ്ധിക്കണേ, സാറായുടെ ഉദരത്തിൽ യേശു ഇസഹാക്കിനെ മെനഞ്ഞു. അപ്പൊ ഇസഹാക്കിനെ കൊടുത്തതാരാണ്? യേശുവാണ്. എന്നെ കേൾക്കുന്ന, അതുകൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, വിറകും തീയുണ്ട്, ബലിവസ്തു എവിടെ? അബ്രഹാം പറയുന്ന വാക്ക് ഇതാണ്, മോനെ, ദൈവം തരും. കണ്ടു? കാരണം ആ കുഞ്ഞാരുടേതാണ്? ഈശോ തന്നതാണ്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. യേശു തന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല. നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റന്റുകാർ, പെന്തക്കോസുകാരെ കണ്ടിട്ടുണ്ട? അവരെന്ത് ചെയ്യുന്നറിയോ? അവരവരുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇവനെ സുവിശേഷകനാക്കണം. നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയോ? എങ്ങനെയാലും BSc നഴ്സിംഗ് പഠിപ്പിച്ച് ഒന്നേ UK വിടണം, അല്ലെ ഓസ്ട്രേലിയ വിടണം, കുറെ വീട് പണിയണം, കുറെ സമ്പത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കാണത്തില്ലായിരിക്കും. ഞാൻ പാലാക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒറ്റ ചിന്തയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടും. എൻ്റെ കൂട്ടുകാരൻ സാവിയോ സുവിശേഷ പ്രസംഗകനാണ്. 9 വർഷം മക്കളില്ല. 9 വർഷം. എന്താ സംഭവം? അവൻ്റെ ഭാര്യ ലീമ ഡോക്ടറെ കണ്ട് ഡോക്ടർ വഴക്ക് പറഞ്ഞു, മേലാൽ ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? നിനക്ക് മക്കൾ ഉണ്ടാവില്ല, നിനക്ക് അങ്ങനെ ദൈവം എന്ത് തന്നിട്ടില്ല? കഴിവ് തന്നിട്ടില്ല. ഹിന്ദു ഡോക്ടറാണ്. പോകാത്ത ഹോസ്പിറ്റലില്ല, ചെയ്യാത്ത മരുന്നുകളില്ല. പക്ഷെ ഈ സാവിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് സാവിയോ നമ്മുടെ അബ്രാഹത്തെ പോലെയാ. ഇവള് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോന്നപ്പം സാവിയോ ചിരിച്ചോണ്ട് പറഞ്ഞു, എടീ, കർത്താവ് നമുക്ക് തരും. ഇനി ശ്രദ്ധിച്ചോണേ, ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴും എവിടെയാണെന്നറിയോ? മനുഷ്യന്റെ സാധ്യതകൾ അവസാനിക്കുന്നിടത്തുനിന്നാണ് ദൈവം ആരംഭിക്കുന്നത്. ഇവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ആര് തരും? ദൈവം തരും. കേൾക്കണോ? പിറ്റേ വർഷം അവൾക്ക് വിശേഷമായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ഡോക്ടറെ അടുത്ത് പോയില്ല. മൂവാറ്റുപുഴയാണ് സംഭവം. ഈ ഡോക്ടറെ അടുത്ത് പോയില്ല. എന്നിട്ടോ 8 മാസം കഴിഞ്ഞപ്പോൾ ഇവക്ക് വലിയ വയറാ. 8 മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം ചീട്ടെടുത്ത്, വേറെ ഒന്നിനുമല്ല, ഇയാള് വഴക്ക് പറഞ്ഞ് ഓടിച്ചതാണ്. നിനക്കുണ്ടാകില്ലെന്ന് പറഞ്ഞു. 8-ാമത്തെ മാസം ചീട്ടെടുത്ത് ഇവള് കയറി ചെല്ലുവാണ്. സാവിയോയും ലീമയും കൂടെ കയറി ചെല്ലുകയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ഡോക്ടറില്ലേ, ആ ഇരുന്ന കസേരയിൽ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, നീ ലീമയല്ലേ? അവള് പറഞ്ഞു, അതെ. എവിടുന്ന് കിട്ടിയടി? അപ്പൊ അവള് പറഞ്ഞു, ഈശോ തന്നതാണ്, ഈശോ. പെട്ടെന്ന് ആ മനുഷ്യൻ ചങ്കത്തേക്ക് കൈവച്ചിട്ട് ഹിന്ദു ഡോക്ടർ പറയാണ്, മൈ ജീസസ്, മൈ ഗോഡ്. അയാളുടെ ചങ്ക് പടഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം,
ക്രിസ്തുവിനെ കിട്ടിയാൽ ഒരു സ്ഥലത്തും അപമാനിക്കപ്പെടാൻ യേശു സമ്മതിക്കില്ല, യേശു അനുവദിക്കില്ല. നീ തകരാൻ യേശു അനുവദിക്കില്ല, നീ കരയാൻ യേശു അനുവദിക്കില്ല. ഇന്ന് നീ കരയുന്നെങ്കിൽ, ഇന്ന് നീ തകർന്നെങ്കിൽ തിരിച്ചറിയണം യേശു നിന്റെ പടവിലില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുവിനെ കിട്ടണം. അതാണ് ജ്ഞാനം ഉണ്ടോ? അപ്പൊ ഈശോയെ കിട്ടണം കേട്ടാ. ഈശോ എന്തുമാത്രം കിട്ടുന്നോ അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? ജ്ഞാനം കിട്ടും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ എന്തുണ്ടാകണം? ജ്ഞാനം ഉണ്ടാകണം കേട്ടാ. അപ്പൊ ഇന്ന് ജ്ഞാനം ഇല്ലാതെ വീട്ടിലേക്ക് പോകരുത്. ജ്ഞാനം കിട്ടിയാൽ, ഈശോയെ കിട്ടിയാൽ അറിയോ, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ 500-ന്റെ ബൾബ് കത്തുന്ന പോലെ ഇരിക്കും. അപ്പൊ അമ്മച്ചിമാർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താക്കന്മാര് ലൈറ്റ് ഇടേണ്ട കാര്യം ഇനി പറയണം. അവരിവിടെ ഇരിക്കുന്ന അപ്പന്മാരോടും പറയട്ടെ, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിയാൽ മക്കള്, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ മക്കൾക്ക് ജ്ഞാനം പകരപ്പെടും. എനിക്ക് 2 പെൺമക്കളാ. ഞാൻ ഒരിക്കലും അവരോട് തെറ്റ് ചെയ്യരുത്, പ്രേമിക്കരുത്, ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പന് ജ്ഞാനമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഈശോയുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, എൻ്റെ മക്കളുടെ റൂട്ട് വളരെ ക്ലിയറാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്. എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് ആദരവാണ്, റെസ്പെക്റ്റാണ്. കാരണം എന്താണെന്നറിയോ, അവരെടുക്കുന്ന നിലപാടുകൾ, അവരുടെ ജീവിതം ഞാൻ കണ്ണുകൊണ്ട് കാണാറുണ്ട്. അതിന് കാരണം എന്താ? അപ്പൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട് കേട്ടാ. അല്ലാതെ ഇന്നലെയും വിളിച്ചിരിക്കുകയാണ് എന്നെ, ബ്രദറേ അവൻ കുടിക്കും, അവൻ വലിക്കും, അവൻ അപ്പൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, ബ്രദറേ പ്രാർത്ഥിക്ക്. എന്ത് പ്രാർത്ഥിക്കാനാണ് ഈ പറയുന്നത്? ഇതിന് കാരണം എന്താണെന്നറിയാവോ? ഈ അപ്പനും അമ്മയ്ക്കും എന്തില്ല? ജ്ഞാനമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങൾ എന്തു വിതയ്ക്കുന്നോ അത് തന്നെ നിങ്ങൾ കൊയ്യും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല കേട്ടാ. എന്തു വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യും. ഉണ്ടോ? നിങ്ങൾ യേശുവിനെ കൊടുക്കണ്ട. യേശു നിറയട്ടെ നിങ്ങളിൽ, യേശു കടന്നു വരട്ടെ. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അപ്പൊ തിരുവചനം പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അവ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഇനി ശ്രദ്ധിച്ചു കേട്ടോണേ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ശ്രദ്ധിച്ചോണേ, വളരെ മനോഹരമായൊരു വചനമാണ്. 2 വീടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. 2 വീട്, 2ഉം മനോഹരമായ വീടാണ്. പക്ഷെ ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഭവനം പണിത് വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്, പാറയിലാണ്. ആ അപ്പൻ പണിതേക്കുന്നത് പാറയിലാണ്. ഒരു ഭവനം പണിതിരിക്കുന്നത് മണൽപ്പുറത്താണ്. ഇനി ശ്രദ്ധിച്ചോണേ, ഇവർ 2 പേരും ഒരു പാപവും ചെയ്തതായിട്ട് വചനം പറയുന്നില്ല. 2 പേരും പണിതിട്ടുണ്ട്. മനോഹരമായ പണിയാണ്. ഒന്ന് ക്രിസ്തുവിൽ പണിതു, ഒന്ന് മണൽപ്പുറത്ത്. ഇനി ആരാണ് ഈ ക്രിസ്തുവിൽ പണിതത്? എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്തവനാണ് പാറപ്പുറത്ത് ക്രിസ്തുവിൽ പണിതത്. അടുത്തവന്റെ പരിപാടി എന്താണെന്നറിയോ? അവൻ വചനം എന്ത് ചെയ്തിട്ടില്ല, കേട്ടു, പക്ഷെ അനുസരിച്ചിട്ടില്ല. പക്ഷെ അവനും പണിതു വെച്ചേക്കുന്നത് എവിടെയാണ്? മണൽപ്പുറത്താണ്. ഇനി ശ്രദ്ധിച്ചോണം. നമ്മുടെ പണി ക്രിസ്തുവിലാണോ പാറയിലാണോ എന്ന് വളരെ ക്രിസ്തുവിലാണോ മണൽപ്പുറത്താണോ എന്ന് വളരെ വ്യക്തമാണ്. ശ്രദ്ധിച്ചേ, ഈ 2 വീട്ടിലും ഒരേ കാര്യമാണ് സംഭവിക്കുന്നത്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു. ഊതുവല്ല ചെയ്തത്, ആഞ്ഞടിച്ചു. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്നറിയോ? സുവിശേഷം പ്രസംഗിക്കുന്ന സുനിലിൻ്റെ ജീവിതത്തിലും ഈ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വൈദികരുടെ ജീവിതത്തിലും സന്യസ്തരുടെ ജീവിതത്തിലും മെത്രാന്റെ ജീവിതത്തിലും മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റ് ആഞ്ഞടിക്കും. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം നിലം പൊത്തും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എപ്പോഴാണ് ചായ? എപ്പോഴാ പോകുന്നത് ആൻറ്റി? നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മിണ്ടുന്നില്ല.
എപ്പോഴാ പോകുന്നത്? ആ നിലം പൊത്തി കഴിയുമ്പം പിന്നെ എടുത്തോണ്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് പോവാണ്. സമയം കഴിഞ്ഞുപോയി. നമ്മൾ പറയല്ലേ ലാസ്റ്റ് ബസ് കേറിക്കോണോന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈയിടെ ഒരു പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ശേഷം സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്ന ഒരു പോലീസുകാരനാണ്, മാത്യു സാർ. പാല പോലീസ് സ്റ്റേഷനിലെ SI ആണ്, റിട്ടയർഡായി. പുള്ളി സാക്ഷ്യം പറയാൻ വന്നു. പുറത്തിറങ്ങി വന്നപ്പം കൈകൂപ്പിട്ട് എന്നോട് ചോദിച്ചു, സുനിൽ എന്നാണ് ഇങ്ങനെ ആയത്? ഞാൻ പറഞ്ഞു, എൻ്റെ 15ാമത്തെ വയസ്സിലാണ് സാറേ, എൻ്റെ അമ്മയാണ് കാരണം. 15ാമത്. അയാളെന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, താൻ അത്ര ഭാഗ്യവാനാടു. ഞാൻ ചെയ്തെന്താണ്? എനിക്ക് 45 വയസ്സാകേണ്ടി വന്നു ഈ സുവിശേഷം എടുക്കാൻ 45 വയസ്സ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ബോഡി ബിൽഡിങ് ആയിരുന്നു ഞാൻ, ബോഡി ബിൽഡിങ്. എന്താ സമുദ്രയോ, ഞരമ്പൊരെണ്ണം അങ്ങോട്ട് പൊട്ടി തലകുത്തി താഴെ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഒന്നും രക്ഷപ്പെടുകയല്ല. അവസാനം എന്നെ സ്ട്രെച്ചറെ കിടത്തി പോട്ടയെ കൊണ്ടുപോയി. അവിടെ വെച്ച് പനക്കലച്ചൻ പ്രാർത്ഥിച്ച് 4 ദിവസം സുവിശേഷം കേട്ടിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. അന്ന് ഞാൻ എടുത്തു ബ്രദറെ ഈ സുവിശേഷം, അന്ന് എടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, വാക്ക് കേൾക്കണോ, എൻ്റെ 46 വയസ്സുവരെയുള്ള ദിവസങ്ങൾ വേസ്റ്റാണ്. താനെത്ര ഭാഗ്യവാനാണ്. 15 വയസ്സിൽ സുവിശേഷം കണ്ടെത്തിയില്ലേ, യേശുവിനെ കിട്ടിയില്ലേ? അയാൾ പറയാ, 46 വർഷം എൻ്റെ വേസ്റ്റാണ്. എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് മനുഷ്യന്റെ പ്രശ്നം എന്നറിയോ, ഇവൻ എവിടെ, ക്രിസ്തുവിലാണോ, പാറപ്പുറത്താണോ, മണൽപ്പുറത്താണോ? പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ തൃശ്ശൂര് ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. 2 പെൺപിള്ളേർ മിടുക്കികളാണ്. അപ്പൻ വചനമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് വളർത്തിയ മക്കളാണ്. മൂത്ത മോള് ബാംഗ്ലൂര് IT കമ്പനിയുടെ മാനേജരാണ്. അന്ന് തന്നെ 1.25 ലക്ഷം രൂപ അവർക്ക് സാലറി ഉണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. ഒരു ദിവസം ഈ മനുഷ്യൻ്റെ ഫോണിലേക്ക് ഒരു കോൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ മകൾ അപകടത്തിലാണ്, ശ്രദ്ധിക്കണം. എന്നിട്ട് കോള് കട്ട് ചെയ്തു. വിളിച്ചയാൾ കട്ട് ചെയ്തു. ഇയാൾ തിരിച്ച് വിളിച്ചിട്ട് എന്ത് കിട്ടി കോള് പോകുന്നില്ല. അപ്പം ഇയാൾക്ക് മനസ്സിലായി ആരോ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം തിരിച്ചു വിളിച്ചിട്ട് കോള് പോകുന്നില്ല, കട്ടായി പോവാ. എങ്കിലും അന്ന് വൈകിട്ട് മകൾ വിളിച്ചപ്പം മകളോട് അപ്പം പറഞ്ഞു, മോളെ വല്ല പ്രേമോ ബന്ധമോ ഉണ്ടെങ്കിൽ അപ്പനോട് പറയണം കേട്ടാ, അപ്പം നടത്തി തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഇവളെന്ത് പറഞ്ഞെന്നറിയാവോ? ഇവള് പറഞ്ഞില്ലപ്പാ, അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അപ്പനോട് പറയുമെന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ സെയിം കോള്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മകളോട് പറഞ്ഞല്ലേ. അയാൾ ഞെട്ടിപ്പോയി. സത്യമല്ലേ, കറക്റ്റാണ്. അതാണ് ജ്ഞാനമുള്ള അപ്പൻ്റെ പ്രത്യേകത. അയാൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഭാര്യയെ കുറ്റപ്പെടുത്തിയില്ല, ആരോടും പറഞ്ഞില്ല. അയാൾ കാറെടുത്ത് നേരെ തൃശ്ശൂർ ജെറുസലേം ധ്യാനകേന്ദ്രം പട്ടത്തച്ഛൻ, അവിടെ ഒരു ആരാധന ചാപ്പലുണ്ട്. അയാൾ ആ ചാപ്പലിൽ വന്ന് കർത്താവിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു. അവിടെ ഇരുന്നു അയാൾ. ഉണ്ടോ, ഈശോ പറഞ്ഞില്ലേ ഭാരമുള്ളപ്പോൾ എൻ്റെ അടുത്ത് വാ. അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു. 1 മണിക്കൂർ അയാൾ അവിടെ ഇരുന്ന് കർത്താവിനോട് ഈ വേദനകളൊക്കെ പറഞ്ഞു. ഇതാരോട് പറയും? അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് പട്ടത്തച്ഛൻ അതിലെ നടന്നു പോവുകയാണ്. ഇയാൾ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചു വന്നിട്ട് നിന്നുകൊണ്ടാണ് പറഞ്ഞത്, അച്ഛൻ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനിലൂടെയാണ് പിന്നെ ദൈവം ഇടപെടുന്നത്. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ കോള് കറക്റ്റാണ്. സാറിൻ്റെ മോള് എന്തോ പ്രേമക്കെണിയിലാണ്. ഒരു കാര്യം ചെയ്യേ, സാറിൻ്റെ കാറുമായിട്ട് പോകരുത്, പോയാൽ അവൾ കയറിയല്ല. സാറ് ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ചെല്ലുക. എന്നിട്ട് അമ്മയ്ക്കൊരു ആക്സിഡൻ്റ് എന്ന് പറയാം, ഭാര്യയ്ക്കൊരു ആക്സിഡൻ്റാണെന്ന് പറയാം, നിന്നെ കാണണമെന്ന് പറഞ്ഞ് സീരിയസ് ആണ്. കാറെ കയറ്റി നേരെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ ധ്യാനം തുടങ്ങുവാണ്. ഇയാൾ ടാക്സി വിളിച്ചു, നേരെ ചെന്നു. അമ്മയ്ക്ക് ആക്സിഡൻറ്റ് തോന്നി വിളിച്ചാടി കാറേ കയറി കറക്റ്റ് ധ്യാനകേന്ദ്രത്തിൽ. ചുരുക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പനും അമ്മയും അവളും ധ്യാനിക്കാൻ ഞാനവിടെ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പം ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനൊരു കേസുണ്ടെന്ന് സംസാരിക്കണം. അതല്ല ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. 3-ാമത്തെ ദിവസം ഇവൾ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അപ്പനും അമ്മയും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പൻ്റെ കാൽ മുമ്പിൽ മുട്ടുകൂത്തി. എന്നിട്ട് ആ കാലിലേക്ക് വട്ടം കെട്ടിപ്പിടിച്ച് അവൾ വാവിട്ട് നിലവിളിച്ച്. എന്നിട്ട് ക്ഷമ ചോദിച്ചു. എന്താ സംഭവം എന്നറിയാവോ? ഇവള് ഇടുക്കി അടിമാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയുള്ള ഒരു മറ്റ് ജാതിപ്പെട്ടൊരു ചെറുപ്പക്കാരനുമായിട്ട് അവൾ പ്രണയത്തിലായി. എന്നിട്ടോ ഈ ചെല്ലുന്നതിൻ്റെ പിറ്റേന്ന് ഇടുക്കി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കുമായിരുന്നു അവൻ അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ,
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ധ്യാനത്തിൽ വെച്ച് അവളെ കർത്താവ് ആ തിന്മയിൽ നിന്നും വിടുവിക്കുക മാത്രമല്ല, തന്റെ തെറ്റ് അവൾ അംഗീകരിച്ചു. 3, അവൾ അപ്പന്റെ കാലെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ ആ തിന്മയിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. ഇനി ഞാൻ നിങ്ങളോട് ചുരുക്കി പറയട്ടെ. ഞാൻ പെട്ടെന്ന് ഓർത്തു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു. വീഴാൻ ദൈവം അനുവദിച്ചോ? ഇല്ല. തകരാൻ ദൈവം അനുവദിച്ചോ? ഇല്ല. അതേ സമയത്ത് സെയിം സംഭവം നിങ്ങൾക്കറിയണോ? തൊടുപുഴ വാഴക്കുളം, അയാൾക്ക് പൈനാപ്പിൾ ബിസിനസ് ആണ്. എന്താണ്? 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. പെങ്കൊച്ചിനെ ജർമ്മൻ പഠിപ്പിക്കാൻ എറണാകുളത്ത് കാർ ഡ്രൈവറുടെ കൂടെ വിട്ടതാണ്. 20 വയസ്സ് വ്യത്യാസം. 20 വയസ്സാണോ പ്രിയപ്പെട്ടവരെ? അതുമാത്രമല്ല, ഇയാളുടെ കാർ ഡ്രൈവറാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താണെന്നറിയാവോ? ഈ പെങ്കൊച്ചിന് ഇവനെ മതി അസീസി കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കാൻ. ഈ കൊച്ചി ഇവളെ കൊണ്ടുവന്നു, അപ്പനും വന്നു. എന്നിട്ടോ ഞാൻ ശ്രദ്ധിച്ച്, ധ്യാനത്തിന്റെ ഫുൾ ടൈം ഈ പെങ്കൊച്ചെന്ത് ചെയ്യുന്നറിയോ? കുമ്പിട്ടിരിക്കും. ഒരൊറ്റ വാചനവും അവൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇനി കേൾക്കണോ? ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം അവള് കാപ്പി കുടിക്കാൻ വിട്ടപ്പോൾ ഇറങ്ങി ഓടിപ്പോയി. അവന്റെ കൂടെയല്ല, ഇറങ്ങി ഓടിപ്പോയി. ഞാൻ നോക്കുമ്പോ ആ അപ്പൻ ഭ്രാന്തനെ പോലെ ആ ധ്യാന കേന്ദ്രത്തിലൂടെ അയാള് പറയാണ്, ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ബ്രദറെ, ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ. ഇപ്പോഴെന്താ സംഭവിച്ചത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ എന്താ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടൻ ഈ ധ്യാനം വല്ലതും കൂടുക മാത്രമല്ല വചനം. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല ബ്രദറെ, ഇല്ല. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. അയാൾ പറഞ്ഞ വാക്കെന്ന് അറിയൂ? ഞാൻ ആർക്കും മനസാക്ഷി വിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇയാൾ പറയാണ്, ഞാൻ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. ചോദിക്കട്ടെ, ആലപ്പുഴ നല്ല മനുഷ്യരുണ്ടോ? അമ്മച്ചി, ഇവിടെ നല്ല മനുഷ്യരുണ്ടോ? ഇവിടെ നല്ല മനുഷ്യരേ ഉള്ളൂ. ആരാ അമ്മച്ചി നല്ല മനുഷ്യര്? ആരാ ചായ നല്ല മനുഷ്യര്? ആരാ നല്ല മനുഷ്യര്? ആരാന്നറിയോ നല്ല മനുഷ്യര്? ഒരു ഉപദ്രവവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല. കറക്റ്റ്. ഒരു ഉപദ്രവവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരു ഉപദ്രവവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല. എന്നിട്ട് പറയും നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ ഉണ്ടോ? ആ അപ്പൻ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തകർന്നവനായിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചങ്കിലൊന്ന് ഹൃദയത്തിലൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. എവിടെയാ പണി? ക്രിസ്തുവിലാണോ നീ പണിയുന്നത്? അതെയോ കുറെ നല്ലവനായിട്ട്, കുറെ എന്താണ് വിശുദ്ധനായിട്ട്? നമ്മൾ ധരിച്ചേക്കുന്നത് അങ്ങനെയല്ലേ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു, എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരോട് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ഇത് കൃപയിലേക്ക് വരാനുള്ള വഴിയാണിത്. ഇതല്ല, ഇതിനപ്പുറം കടക്കണം. ക്രിസ്തുവിൽ നീ പണി ആരംഭിക്കണം. വചനം വചനം ജീവിക്കണം അമ്മച്ചി, വചനം ജീവിക്കണം. വചനം ജീവിക്കാൻ തുടങ്ങിയോ? തുടങ്ങി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടാ. ജീവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ കൃപ തരണം. ഇത് ജീവിക്കേണ്ടതാണ്, ഇത് പ്രസംഗിക്കേണ്ടതല്ല, ഇത് ജീവിക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ നവീകരണത്തിൽ വരുമ്പം എൻ്റെ ഇവിടെ ഒരു സ്വർണ്ണ ചെയിൻ, ഇവിടെ മോതിരം, ഇങ്ങനെയാ ഹാലലിയ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഹാലലിയ പറയാൻ എന്നെ സുഖമെന്നറിയും. എൻ്റെ കഥകളൊക്കെ ഇടുക്കി കഥകളാണ്. എൻ്റെ കൂട്ടുകാരൻ, അവനും 23 വയസ്സ്, എനിക്കും 23 വയസ്സ്. അവനൊരു ദിവസം ചോദിച്ചടാ, എൻ്റെ പെങ്ങടെ ചെറുക്കം കാണാൻ വരാവോ? എങ്ങനെ വരണം? അപ്പൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് വരണം. ആര്? ഞാൻ. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തോമസ് ചേട്ടൻ, അപ്പൻ്റെ അനിയനും. എവിടെ വരെ പോകണം? എറണാകുളം പുത്തൻകുരിശ് വരെ പോകണം. അപ്പം ഇവൻ പറഞ്ഞ് കാപ്പ് കുടിച്ചിട്ട് നമുക്ക് പോകാം. ഇവൻ്റെ വീട്ടിൽ ചെന്ന് കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങിയപ്പം ഇവൻ്റെ പെങ്ങൾ ഇവനെ അകത്തേക്ക് വിളിച്ചു. ഇവൻ അകത്ത് കയറി പുറത്ത് വന്നപ്പോൾ ഇവൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയടാ? ഇല്ല, പറയടാ എന്നാ പറ്റി? അവളൊരു കാര്യം പറഞ്ഞു. അവൾ എന്നാ പറഞ്ഞു? ഇതും കൂടെ ഉറപ്പിച്ചില്ലെങ്കിൽ ഏത് ചെറുക്കം വിളിക്കുന്നോ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോവും. അതാണ് അവൾ പറഞ്ഞത്. കാരണം അതിന് 33 വയസ്സുണ്ട് അച്ചായ. ഏത് ചെറുക്കം വന്നു കണ്ടാലും ഇതിന് ഇഷ്ടപ്പെടും. നല്ല പെണ്ണാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയാവോ? ഇവൻ ചെന്നിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. ഒരു അറിയിക്കുകയല്ല. കാരണം എന്തില്ല? കാശില്ല.
ഇതും എന്തിനാണെന്നറിയാവോ? ഇവളുടെ കണ്ണി പൊടിയിടാനാണ്. ഇവള് കേരളത്തിൽ ജോലി ചെയ്യാണ് പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പൊ ഇവള് അവധിക്ക് വന്നപ്പം ഇവളുടെ കണ്ണി പൊടിയിടാനാണ് പോകുന്നത്. ഞാനാരാണ്? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തോമസ് ചേട്ടൻ അപ്പൻ്റെ അനിയനും. ബസ്സേ കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആരാണ്? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ. ആര്? ഞാൻ. കാരണം തോമസ് ചേട്ടൻ ഞാനും കൂടി പിന്നെ കൊന്ത മാത്രമേ ചൊല്ലുള്ളൂ. ഇവനിടയ്ക്ക് ഇരുന്നുകൊണ്ട് എന്നോട് പറയും 33 വയസ്സുള്ളടാ. 33 പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. കാരണം എനിക്ക് പെങ്ങന്മാരില്ല. എനിക്ക് 23 വയസ്സുള്ള അമ്മച്ചി. ഞാൻ പയ്യനാണ്, ഞാനും അവനും പയ്യനാണ്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് അറിയിക്കാമെന്ന് പറഞ്ഞ് പോരാന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. ചെന്നപ്പോഴോ ഇവർക്ക് ഈ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇവർ പാലപ്പവും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. ചെന്നതേ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അമ്മാവും പറഞ്ഞ് ഒരക്ഷരവും മിണ്ടണ്ട, ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടിയാൽ മതി, കാരണം ഇടുക്കിയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പം ഇവൻ എന്നോട് ചെവി പറഞ്ഞു, ഭക്ഷണം കഴിക്കണ്ട, നമുക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു, അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, കഴിച്ചിട്ട് നമുക്ക് അറിയിക്കാമെന്ന് പറയാം. എനിക്കറിയില്ല ഈ ഭക്ഷണം കഴിച്ചാൽ ബന്ധം മുറുകൂന്ന്. ഞാൻ കഴുകി ഇരുന്നു. അതിനു മുമ്പ് തന്നെ തോമസ് ചേട്ടൻ ഇരുന്നായിരുന്നു. ഞങ്ങൾ 3 പേര് സ്പീഡിൽ കഴിക്കുക. കഴിച്ചു തീരുന്നതിന് മുമ്പ് ഈ ചെറുക്കൻ്റെ അമ്മാവിന് ധൃതി കൂടി. അയാൾ ഉറക്കം ചോദിച്ചു, കാര്യത്തിലേക്ക് കിടക്കുകയല്ലേ? കാര്യത്തിലേക്ക്. ഞങ്ങൾ 3 പേരും കേൾക്കാത്ത പോലെ ഇരുന്നു. വീണ്ടും അയാൾ ഉറക്കം ചോദിച്ചു, കാര്യത്തിലേക്ക് കിടക്കുകയല്ലേ? ഞാൻ അറിയാതെ പറഞ്ഞു, കടന്നേക്കാം. പെട്ടെന്ന് അയാൾ ചോദിച്ചു, എന്നാ കൊടുക്കും, എന്നാ കൊടുക്കും? ഞാൻ ഇവൻ്റെ ചെവി ചോദിച്ചു, എന്നാ കൊടുക്കും? അപ്പം അവൻ എന്നോട് ചോദിച്ചു, എന്നാ കൊടുക്കണം? ഞാൻ നോക്കിയപ്പം അവൻ സ്പ്രിങ് പോലെ വിറയ്ക്കുക. അപ്പം എനിക്ക് മനസ്സിലായി, ഇടപെട്ടില്ലെങ്കിൽ സംഭവം പന്തിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പം മരിക്കാൻ നേരത്ത് 50,000 രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പം കുടിച്ചാൽ മരിച്ചത്. രാവിലെ 6 മണിക്ക് മരിച്ചിട്ട് 11 മണിക്കാണ് ബോഡി കൊണ്ടുപോയത്. കാരണം പെട്ടി മേടിക്കാൻ കാശില്ലായിരുന്നു. ആ അപ്പനാണ് 50,000 രൂപ എവിടെ ഇട്ടിരിക്കുന്നത്? ബാങ്കിൽ. ഇവൻ എന്നെ ഞുള്ളി. ഞാൻ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ചോദിച്ചു, 50 ഉള്ളോ? ഞാൻ പറഞ്ഞു, പിന്നെ പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. ഉറപ്പിക്കുകയല്ലേ, പിന്നെ അതിനല്ലേ വന്ന് ഉറച്ചു. പുറത്തിറങ്ങിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അതെന്നാ പണിയാ നീ കാണിച്ചു? ഞാൻ പറഞ്ഞു, നീയല്ലേ 33 പറഞ്ഞത്, ഇനി എന്നാ ചെയ്യൂടാ? ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിയത്തില്ല. ഇടുക്കിയിൽ ഒരു പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പം അവൻ വേർക്കുന്നു മഴക്കാലത്ത്. കാരണം തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒത്തുകല്യാണമാണ്. ഞാനിങ്ങനെ ഹാലലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങോട്ട് ഊരാൻ. അമ്മച്ചി ഇങ്ങോട്ട് ഊരാൻ. കയ്യെ കിടക്കുന്ന ഊരാൻ. അത് പറഞ്ഞപ്പോൾ അമ്മച്ചി സാരിയുടെ കീഴോട്ട് കൈ കയറ്റുക. വചനം പാലിച്ച അമ്മച്ചിയാണ്. ഉണ്ടോ? ഞാൻ അവിടെ വെച്ചിട്ടാണ് ആ ചെയിൻ ഊരിയത്. അന്ന് എന്നോട് കർത്താവ് 2 കാര്യം പറഞ്ഞു. ഒന്ന്, പുരുഷന്മാർ സ്വർണ്ണം ഇടാൻ പാടില്ല. കറക്റ്റ്. 2, 50 കഴിഞ്ഞ അമ്മച്ചി നോക്കിക്ക് എത്ര വളയുണ്ട്. എന്നിട്ട് ഈ ഉരുട്ട് തന്നെ പരിപാടി. ഉണ്ടോ? എന്നിട്ട് പറയാ, ഞാൻ വചനം അനുസരിച്ചെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്വർണ്ണം ഇടുന്നത് തെറ്റാണോ? സ്വർണ്ണം ഇടുന്നത് തെറ്റല്ല. എന്താ പ്രശ്നമെന്നറിയോ? പ്രശ്നമുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോയപ്പോഴ് എന്തു ചെയ്തു? മരുഭൂമി വെച്ച് അവർക്ക് വിശന്നപ്പോ അപ്പൻ എന്തു കൊടുത്തു? മന്ന കൊടുത്തു. മന്ന കൊടുത്തപ്പോ അപ്പൻ 2 കാര്യമാണ് മക്കളോട് പറഞ്ഞത്. 1, സാബത്ത് ദിവസം ഇത് പെറുക്കരുത്. 2, നാളത്തേന് ഇത് ശേഖരിക്കരുത്. 2 കാര്യം. മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ചായ. മന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പൊറോട്ടയാണ് ഇഷ്ടമെങ്കിൽ ഈ മന്ന പെറുക്കി തിന്നുമ്പം പൊറോട്ടയുടെ ടേസ്റ്റ് വരും. ചോറാണ് ഇഷ്ടമെങ്കിൽ ചോറിന്റെ ടേസ്റ്റ് വരും. ഉണ്ടോ? അതാണ് മന്ന. പക്ഷേ അപ്പൻ 2 കാര്യം പറഞ്ഞു. 1, ശേഖരിച്ച് വെച്ചേക്കരുത്. 2, സാബത്ത് പെറുക്കരുത്. അവരെന്ത് ചെയ്യുന്നൊരു അമ്മച്ചി നമ്മളെ പോലെയാ, കിട്ടിയതെല്ലാം ശേഖരിച്ചു വെച്ചു, സ്വർണമായിട്ടും. പക്ഷെ സംഭവം എന്താണെന്നറിയോ? പിറ്റേന്ന് ഈ ചാക്ക് തുറന്നപ്പം മുഴുവനും പുഴുവായി. കറക്റ്റ്. മൊത്തം പുഴുവായി. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അനുസരിക്കാത്തല്ല അമ്മച്ചി. എന്താ സംഭവം എന്നറിയാവോ? കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ പെറുക്കി വെച്ചതൊക്കെ ഇല്ലേ, ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്നില്ലേ, അത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഉണ്ടോ? അപ്പൊ ആലപ്പുഴയിൽ
സ്വർണ്ണമില്ലാത്ത സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിവാഹം കഴിക്കാതെ ഒരു പെങ്കൊച്ചിൽ നിന്ന് കരഞ്ഞാൽ, അമ്മച്ചി അമ്മച്ചി മനസ്സിൽ കരുതിക്കോ, അതിന്റെ കണ്ണുനീരിന് നീ ഉത്തരം പറയണം. ഉത്തരം പറയണം. കണ്ടോ, ഇവിടെ ഇവിടെ അതുകൊണ്ടാണ് ഇത് അനുസരിക്കണം. അന്ന് ഞാൻ ഊരിയില്ലേ, അന്ന് എൻ്റെ കർത്താവ് ഊരിച്ചതാണ്. അതിപ്പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. എന്താ സംഭവം എന്നറിയോ? 23 വയസ്സുള്ളപ്പോൾ ഊരിക്കൊടുത്ത്. ഇപ്പം 54 വയസ്സായി. 9 രാജ്യങ്ങളിൽ കർത്താവ് കൊണ്ടുപോയി. നിങ്ങൾക്കറിയണോ, ഏത് രാജ്യത്തുനിന്ന് കയറുമ്പോഴും സുവിശേഷം പ്രസംഗിച്ചിട്ട് കയറുമ്പോൾ എനിക്ക് കർത്താവ് സ്വർണം തരും. സ്വർണം തരും. എപ്പോൾ സ്വർണം തന്നാലും എനിക്കറിയാം അതേതോ ഒരു പെൺകുട്ടിക്കുള്ളതാണ്. ഇപ്പം 4 പെൺമക്കളുടെ വിവാഹം അപ്പനെ പോലെ നിന്ന് ചെയ്തു കൊടുത്തു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങൾ ഈ മണ്ണിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞിനെ ഒരു പെങ്കൊച്ചിനെ സ്വന്തം മകളെ പോലെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ച അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കട്ടെ. എന്നിട്ട് പറയാ വചനം അനുസരിക്കുകയെന്ന്. ഉണ്ടോ? ഞാനിത് ചെയ്തിട്ട് പറയുന്നതല്ല, ഇത് ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകം നിങ്ങൾ ഇത് വായിക്കാനുള്ളതല്ല, ഇത് പ്രതിഷ്ഠിക്കാനുള്ള. ഇന്നിപ്പോ ബൈബിൾ പ്രതിഷ്ഠയല്ല എല്ലായിടത്തും. ഇത് പ്രതിഷ്ഠിക്കാനുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്. ഇവിടെ തിരിച്ചറിവുണ്ടാകുന്നത്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് ഇത് വായിക്കാനും പഠിക്കാനും ജീവിക്കാനും. നിങ്ങൾക്കറിയണോ, എൻ്റെ അമ്മ എനിക്ക് ആദ്യ കുർബാനയൊക്കെ ഡ്രസ്സ് എടുത്ത് മൂന്നാറിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് വെയിറ്റ് ഷെട്ടി വന്ന് നിൽക്കുമ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞ് കീറിപ്പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. കയ്യിലൊരു ദ്രവിച്ച താരപ്പാട്ടിയുണ്ട്, ഇങ്ങനെ ഭിക്ഷ യാചിക്കുകയാണ്. അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ പട്ടിക്ക് എച്ചിലിട്ട് കൊടുക്കുകയല്ലേ, എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് അവൻ്റെ പാട്ടയിലേക്ക്. അവനിങ്ങനെ നോക്കും. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു കേട്ടോ. എൻ്റെ അമ്മ ഈ പുസ്തകം വായിക്കുന്നവളല്ല, ജീവിക്കുന്നവളാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ ചോദിച്ചു അവനോട്, നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അവൻ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോരാ, പക്ഷെ എനിക്ക് അണ്ണനുണ്ട്, ചേട്ടൻ, ഞാൻ ചോദിച്ചിട്ട് വരാം. അവൻ ഓടിപ്പോയി. അവിടെ നിന്ന് സ്ത്രീകൾ പറഞ്ഞു, ചേച്ചി അവൻ കള്ളനാ, തമിഴനാ, തെണ്ടി പഠിച്ചതാ, അത് വരികയില്ല, അവൻ അപ്പനുമില്ല അണ്ണനുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഇവനെ തകരപ്പാട്ട വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കതച്ചു വരുന്നുണ്ട്. അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ അണ്ണനെ കണ്ടില്ല, ഞാൻ പോരാ. പെട്ടെന്ന് എൻ്റെ അമ്മ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചായ. എൻ്റെ അമ്മ ചെയ്ത പണി എന്നറിയോ? ആ കൂടെല്ലാം കൂടെ എൻ്റെ തന്നിട്ട് പറഞ്ഞു, കൊച്ചുവിടെ നിൽക്കടാ, ഞാനിപ്പോൾ വരാം. ഞാൻ നോക്കുമ്പോൾ അമ്മ ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഓടുക. ബസ് വരാറായി. ഒരു റെഡിമെയ്ഡ് കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആ കടക്കാരനൊരു ഡ്രസ്സ് മേടിച്ചു. എന്നിട്ട് ആ കീറി പറഞ്ഞ് അമ്മ അഴിച്ചു കളഞ്ഞു. എന്നിട്ട് ആ നിൽക്കുന്ന ഷർട്ട് പിടിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കയ്യെ പിടിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ മക്കൾ 3 പേരാ. അമ്മ ഇവനെ പിടിപ്പിക്കും. അമ്മ തലമുടി വെട്ടി തേച്ച് കഴിഞ്ഞ് കുളിപ്പിച്ചു. ഭക്ഷണം വിളമ്പി. കസേരയിരുന്ന് കഴിക്കാൻ അറിയില്ല, തറയിലേ ഇരിക്കുള്ളൂ. അന്നു മുതൽ അമ്മ പായിട്ടിട്ട് 4 ഇല വിട്ട് 4 ഇല വാഴയില. എന്നിട്ട് ഞങ്ങളുടെ നടുക്ക് ഇവനെ ഇരുത്തും. ഞങ്ങൾ 3 മക്കളാ. ചോറും കറിയും വിളമ്പിയിടും. കുഴച്ച് കഴിക്കാൻ പറയും. ഞങ്ങൾ കുഴച്ച് കഴിക്കും. ഈ കൊച്ചു കുഴയ്ക്കും കഴിക്കുകയല്ല. ഇരുന്ന ഇരിപ്പിൽ 1-2 മൊന്ത വലിയ കപ്പില്ലേ പച്ചവെള്ളം ഇങ്ങനെ കുടിക്കും. എന്നിട്ട് പട്ടി വളഞ്ഞു കിടക്കുന്ന പോലെ കിടക്കും. രാവിലെ കിടന്ന വൈകിട്ട് വരെ കിടക്കും. ഭക്ഷണം കഴിക്കില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താ സംഭവം അറിയാമോ? ഈ ഷർട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ വാരിയൽ എണ്ണ വയറൊട്ടിപ്പോയി. വയറില്ലെന്നിന് സത്യമാണ്. ഇതിൻ്റെ കുടല് ചുരുങ്ങിപ്പോയി. പട്ടിണി കിടന്ന് അമ്മയോട് പറഞ്ഞ് അരച്ചു കൊടുക്കുക. അന്ന് മിക്സി ഒന്നുമില്ല. എൻ്റെ അമ്മ കുറുമ്പുല്ല് അത് അരച്ചിട്ട് ഇതിന് കൊടുക്കും. ഇതിനെന്നും രോഗം വരും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഇതിനെ. എൻ്റെ അമ്മ വളർത്തി വലുതാക്കി, സഹോദരി വളർത്തി 4 മക്കളുണ്ടാവും. 4 മക്കൾ. അങ്ങനെ എത്രയോ മക്കളെ 24 വർഷം ഒരു പെണ്ണുണ്ടായിരുന്നു, റോസം. എൻ്റെ വീട്ടിൽ 4 മുറി, അതിലൊരു മുറിയിൽ 24 വർഷം കൈ കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്ന എൻ്റെ അമ്മ അയച്ചുകൊണ്ട് വന്നതാ. മാനസിക രോഗം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സുഖപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു ഭക്ഷണവും മരുന്നും കൊടുത്താൽ മനുഷ്യനെ പോലെ ജീവിക്കും. അമ്മ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. 24 വർഷം. കൊറോണയ്ക്ക് തൊട്ടുമുമ്പാണ് അവൾ മരിച്ചത്. ഞാൻ ഈ കൈ കൊണ്ട് ഒരുപാട് പണി ചെയ്തിട്ടുണ്ട് അവളെ പോറ്റാൻ. സത്യമാണ് സഹോദരാ. ഈ സൂചിയായിട്ടും പ്രസംഗിച്ചിട്ട് പോയി പണിയെടുക്കും. കൊറോണയ്ക്ക് തൊട്ടുമുമ്പാണ് അവൾ മരിച്ചത്. അവസാനം പാലാ മരിയിലാണ് കിടന്നത്. ഞാൻ അസീസി പ്രസംഗിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറും മേടിച്ചുകൊണ്ട് ചെല്ലുമ്പം രാവിലെ ഡോക്ടർ വന്നു പരിശോധിക്കാൻ. ഡോക്ടർ അമ്മയോട് പറഞ്ഞ് ആ സ്ത്രീ മരിച്ചു പോകും, കാരണം എൻ്റെ കരൾ ദ്രവിച്ചു പോയി, ബ്ലഡ് കയറിയല്ല. അമ്മയോട് പറഞ്ഞ് മരിച്ചു പോകും. അതവൾ കേട്ടോ. ഞാൻ ചോറും മേടിച്ചുകൊണ്ട് വരുമ്പം അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. ചിരിച്ചോണ്ട് കൈ കൂപ്പിയിട്ട് എന്നോട് പറയാം, സുനിച്ചേട്ടാ. എന്നെ സുനിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്.
സുനിച്ചേട്ടാ ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, മരിച്ചാൽ നീ എവിടെ പോകും? അവൾ എന്നോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേ പോകൂ. ഞാൻ പറഞ്ഞു, റോസമ്മ നീ സ്വർഗത്തിലേ പോകൂ. 24 വർഷം എൻ്റെ വീട്ടിലുള്ളപ്പോൾ 18 വർഷം ഞങ്ങൾ വാടകയ്ക്ക്. ഞാൻ രാത്രി 12-1 മണിയാവും തൃശ്ശൂരിൽ നിന്ന് വചനം പ്രസംഗിച്ചിട്ട് അന്ന് ചെല്ലുമ്പം അവൾ എൻ്റെ ഭാര്യയോട് പറയും, എൻ്റെ ഭാര്യയുടെ പേര് സുനീന, സുനിച്ചേച്ചി കിടന്നുറങ്ങിക്കോ, ഞാൻ സുനിച്ചേട്ടന് ചോറെടുത്ത് കൊടുത്തോളാം. അവൾ കാത്തിരിക്കും, കതക് തുറന്ന് ചോറെടുത്ത് വെച്ച് തരും. അതെന്നോട് ചോദിക്കും, സുനിച്ചേട്ടന് സുഖമാണോ? ഞാൻ പറയാതെ റോസമ്മ. ഞാൻ ചോദിക്കും, നിനക്ക് സുഖമാണോ? അവൾ പറയാതെ. അവൾ ഒറ്റ കാര്യം എന്നോട് ജീവിതത്തിൽ ചോദിച്ചിട്ടുള്ളൂ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ സ്വർണ്ണം ഇട്ടിട്ടില്ല, എനിക്ക് കൊതിയ, അരപ്പവൻ്റെ ഒരു മാല. ഈ കൈ കൊണ്ട് ഞാൻ ഒരുപാട് പണി ചെയ്ത് അരപ്പവൻ്റെ മാല വാങ്ങി ഞാൻ അതിനുകൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എന്നോട് മരണം വരെ ഞാനിത് ഊരില്ല. ഞാൻ അവളോട് ചോദിച്ചു, മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പം നീ ആരെയൊക്കെ ഓർക്കും? അവൾ കൈവൊപ്പി ചിരിച്ചോണ്ടാണ് പറഞ്ഞത്, സുനിച്ചേട്ടനെ ഞാൻ എന്നും ഓർക്കും, സുനിച്ചേട്ടനെ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മൂത്ത മോള് അമ്മൂന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, അമ്മുക്കുട്ടിയെ ഞാൻ എന്നും ഓർക്കും. എൻ്റെ മക്കള് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, ആച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. എന്ത് കിട്ടിയാലും മക്കൾ കൊണ്ട് കൊടുക്കും, ഇതിന് ജീവനാണ്. പ്രിയപ്പെട്ടവരെ, അമ്മുക്കുട്ടിയെ ഞാൻ എന്നും ഓർക്കും. അവസാനം അവൾ മരണക്കിടക്കയിലാണ്. ഞാൻ ചെല്ലുമ്പം കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകുകയാണ്. അവളൊന്ന് ഒലോളിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവോ? കാരണം ബെഡേ തന്നെയാണ് യൂറിനും മോഷണം പോകുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടേ ആക്കാം. അതവൾ കേട്ട് അവളൊന്ന് ഒലോളിച്ചുകൊണ്ട് കൈകൂപ്പിട്ട് പറഞ്ഞു, സുനിച്ചേട്ടന് വീടുണ്ടാകാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യമാണ്, എൻ്റെ വീട് 4 പേരുടെ കരുണയാണ്. ഈ പെണ്ണ് പറയുക, സുനിച്ചേട്ടന് വീടുണ്ടാകാൻ. ഞാൻ പറഞ്ഞു, റോസമ്മ നിൻ്റെ മുറിയിലാണ് നീ കിടക്കുന്നത്. എൻ്റെ വീടിന് 4 മുറിയാണ് സാറേ, 4 മുറി. 9 വർഷം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മ കൊണ്ടുവരും കേട്ടോ. 80ഓളം മാനസികരോളം എൻ്റെ അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന്. അങ്ങനെ നോക്കുമ്പോൾ അവസാനോളം മരിച്ചു കേട്ടോ. നിങ്ങൾക്കറിയണോ, ഈയിടെ തൃശ്ശൂർ പ്രസംഗിക്കാൻ ഞാൻ കയറുമ്പോൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് 4 പേരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിലൊരാൾ എന്നോട് പറഞ്ഞു, റോസമ്മ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നു, ബ്രദറിൻ്റെ ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളാ. പെട്ടെന്ന് അയാൾ എന്നോട് ചോദിച്ചു, മരിച്ചു പോയല്ലേ? ഞാൻ പറഞ്ഞു, മരിച്ചുപോയി. അപ്പോൾ ആ പ്രാർത്ഥിച്ച മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ? അവൾ സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. റോസമ്മ സ്വർഗത്തിലുണ്ടെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പുസ്തകം ജീവിക്കാനുള്ളതാണ് അമ്മ, ഇത് ജീവിക്കാനുള്ളതാ. അതുകൊണ്ട് ഈ പുസ്തകം ഒന്ന് അനുസരിച്ചേ, ഈ വചനം ഒന്ന് ജീവിച്ചേ ഇന്നു മുതൽ. എന്നിട്ട് ഈ ഭക്ത അഭ്യാസങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ട് മാറ്റിവെക്ക്. ചൊല്ലി ഒത്തിരി ചൊല്ലിയില്ലേ, അത് മാറ്റിവെക്ക്. ഇല്ലെങ്കിലോ നാളെ കർത്താവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയും, നിന്റെ നാമത്തിൽ വചനം പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ രോഗശാന്തി നടത്തി, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. കർത്താവ് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എന്നിട്ടൊരു വചനമുണ്ട്, ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും അകന്നു പോകാൻ ഞാനും നിങ്ങളും ഫേസ് ചെയ്യേണ്ട അവസാനത്തെ സംഭവമാണിത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഹൃദയം തുറക്ക് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനിയെങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കാം. എന്നിട്ടോ അവൻ പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കാം. അപ്പോഴോ നിന്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നിനക്കുള്ളതെല്ലാം നിറച്ചു തരും. ഒന്നിനും കുറവുണ്ടാവില്ല. പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കില്ല, തകരാൻ നിന്നെ അനുവദിക്കില്ല. ഈ ഉള്ളവനെ കർത്താവ് എന്തുമാത്രം ഏതെല്ലാം മേഖലയിൽ. എൻ്റെ മക്കള്, മൂത്തമോള് MSW പഠിച്ച് UK പഠിച്ചത്, ഇപ്പം സർക്കാരിൽ പൂൾ എന്ന് പറഞ്ഞ സർക്കാർ ജോലി. രണ്ടാമത്തെ മോള് MSc ഫിസിക്സ് റാങ്ക് ഉണ്ടായിരുന്നു അവൾക്ക്, ചെന്നൈയിലാണ് പഠിച്ചത്. അവളിപ്പോൾ കൊളോൺ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ, എവിടെ ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. എവിടെ ചെല്ലുമ്പോഴും കർത്താവ് കൈവെള്ളയിലാണ് കൊണ്ടു കിടക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും, ഈ ഇരിക്കുന്ന ദൈവജനമേ, നീ തിരിച്ചറിയണം, നീ കരഞ്ഞു കലങ്ങിയും കുറെ പ്രാർത്ഥന ചൊല്ലിയും ഈ മണ്ണിൽ അടിയേണ്ടവളല്ല, മറിച്ച് ഈ ലോകത്തെ തലകീഴ് മറിക്കാൻ, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. അതിനാണ് ഈ സുവിശേഷം, അതാണ് ഈ വചനം. ഈ വചനം നീ ഭക്ഷിക്കണം, അവോളം ഭക്ഷിക്കുക, ചുരുളുകൾ ഭക്ഷിക്കുക, ശക്തി പ്രാപിക്കുക. ലോകം കരയുമ്പോൾ നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ, പരിശുദ്ധാത്മാവ് അഭിഷേകം തരട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
എഴുന്നേറ്റ് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെക്ഷൻ നിർത്തുക. ചാടി എഴുന്നേക്ക്. കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ വചനം തരാതെ, ജ്ഞാനം തരാതെ, കൃപ തരാതെ ഈ ആലയത്തിൽ നിന്നും എന്നെ പറഞ്ഞയക്കരുത്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയ ഇരു കരങ്ങളും. എന്നിട്ടോ നിങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത്, അതൊക്കെ മാറ്റിവെക്ക് പ്രിയപ്പെട്ടവര്. കർത്താവ് പറഞ്ഞില്ലേ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും, കൃപയൊഴുകും, അനുഗ്രഹങ്ങൾ ഒഴുകും. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിക്കേ, മുട്ടുന്നു വരട്ടെ. എന്നിട്ട് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ചുണരട്ടെ. അഭിഷേകത്തിന്റെ സമയമാണിത്, കൃപയുടെ സമയമാണിത്, അനുഗ്രഹത്തിന്റെ സമയമാണിത്, സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ്. കർത്താവേ, നിന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ ലഭിക്കട്ടെ, അഭിഷേകം ലഭിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക്